ഈ ഒളിമ്പിക്സിൽ നിന്ന് മെഡൽ കിട്ടിയ സാക്ഷി മാലിക് എങ്ങനെയാ വലിയ ഗുസ്തിക്കാരിയായെന്നറിയാമോ? എങ്ങനെയാ ചായ? അതിൻ്റെ പിന്നിൽ വലിയ രഹസ്യമുണ്ട്. ഈ സാക്ഷി മാലിക് സ്വന്തം ഭർത്താവുമായിട്ട് ആദ്യം ഗുസ്തി പിടിച്ചത്. ഭർത്താവിനെ ഗുസ്തിയിൽ തോൽപ്പിച്ചു. പിന്നീടാണ് പെണ്ണുങ്ങളുമായിട്ട് ഗുസ്തി പിടിക്കുന്നത്. ഈ ആണുങ്ങളുമായിട്ട് ഗുസ്തി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളുമായിട്ട് പിടിക്കാൻ വലിയ പാടൊന്നുമില്ല. അങ്ങനെ സാക്ഷി മാലിക് വലിയ ഗുസ്തിക്കാരിയായത്. പിന്നെ ഒളിമ്പിക്സിൽ നിന്ന് മെഡൽ കിട്ടി. പിന്നീട് ലോക പ്രശസ്തിയായി. അങ്ങനെയാണോ സാക്ഷി മാലിക് വലിയ ഗുസ്തിക്കാരിയായത്? മറിയക്കുട്ടി, നിനക്കും വലിയൊരു ഗുസ്തിക്കാരിയാകാനുള്ള യോഗ്യതയുണ്ട്. എനിക്ക് പറ്റുമോ ചായ? പറ്റും. നീ വലിയൊരു ഗുസ്തിക്കാരി ആയി കഴിഞ്ഞാലേ എനിക്ക് അതിൻ്റെ ക്രെഡിറ്റ്. ഞാനങ്ങോട്ട് പോകുമ്പോഴേ ആൾക്കാർ പറയും, ആ വേറെ സാക്ഷി മാലിക്കിൻ്റെ ഭർത്താവ് പോകുന്നു പറയും. അപ്പോൾ പിന്നെ പാവവും പ്രശസ്തിയും അംഗീകാരം എല്ലാം ഞാൻ പോരത്തില്ലേ? പിന്നെ അവറാച്ചൻ ആരാ? അച്ചായൻ പിന്നെ ആരാ? അതിന് ഞാൻ എന്താണോ ചായ? നീ ഞാനുമായിട്ട് ഗുസ്തി പിടിക്കണം. എന്നെ ഗുസ്തി മത്സരത്തിൽ തോൽപ്പിക്കണം. പിന്നെ പെണ്ണുങ്ങളായിട്ട് പിടിക്കുന്നതിന് ഒരു പാടുമില്ലെന്നേ. അപ്പോഴേ നമുക്ക് നാളെ തൊട്ട് പരിശീലനം തുടങ്ങാം. ശരി അച്ചായ. ഞാൻ നേരത്തെ വിചാരിച്ചതാ ഇയാൾക്ക് 2 പൊട്ടിക്കണമെന്ന്. ഇങ്ങനെ അടിക്കരുത്, അത് റൂളോട്ടാ. ഇങ്ങനെ അടിച്ചൂടാ, ഇങ്ങനെ അടിക്കണം. പിന്നെ ചവിട്ടിയും ചെയ്യാം. മനസ്സിലായല്ലോ? ഇയാളെ ചവിട്ടി കൂട്ടിയിട്ടുള്ള കാര്യം. ഞാൻ തോറ്റെടുക്കും. ഇനി എനിക്ക് ചവിട്ടുന്നതിനാ. ഏഴ് വലിയ പുസ്തകാരിയായി കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാം. വെള്ളം ഇനി മറിയക്കുട്ടി, നീ ഇനി ഗുസ്തി പരിശീലിക്കണ്ട. അതെന്താ ചായ? ഈ ഗുസ്തി മത്സരമൊക്കെ കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾക്ക് പറ്റിയല്ല. ഞാൻ ആശി പോയല്ല അച്ചായ. സാരമില്ല, എൻ്റെ തടി എനിക്ക് നോക്കണ്ടേ. അച്ചായൻ വല്ലതും പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല.